ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവരുടെ സുഖത്തിനും ആയുരാരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന പ്രതീക്ഷയോടെ എൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുള്ള ആ വീഡിയോ ഒത്തിരി പേരാണ് ആ വീഡിയോ കണ്ട് എനിക്ക് മെസ്സേജസായി ധാരാളം മെസ്സേജുകൾ വരികയും എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയതുമായ ഒരു വീഡിയോ ആണത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിച്ചു, അതിനെല്ലാത്തിനും ഞാൻ റിപ്ലൈയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ഇട്ടവരുടെ പേര് ഒന്ന് വായിക്കാം കേട്ടോ, ആരൊക്കെയാണെന്നുള്ളത്. ശുഭ രഘുനാഥ് എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ്. റാണി ജോസ്, അഗെയിൻ താങ്ക് യു സോ മച്ച് റാണി. സിന്ധു പ്രമോദ്, താങ്ക് യു സോ മച്ച് സിന്ധു. ഉമാദേവി, താങ്ക് യു സോ മച്ച്. മീര റാണി എന്ന ഐ ഡി, താങ്ക് യു സോ മച്ച് മീര. ശ്രീദേവി കിഷോർ, താങ്ക് യു സോ മച്ച് ശ്രീദേവി. കൃപ തോമസ്, അഗെയിൻ താങ്ക് യു സോ മച്ച്. റെഡ് ഫോക്സ് ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് റെഡ് ഫോക്സ് ഗെയിമിംഗ്. രഞ്ജി ബിജു, thank you so much Ranji Biju. Sindhu T, thank you so much. With words, thank you so much. Bindu PV, thank you so much. Sunshine, thank you so much. Chitra ma'am, thank you so much. ഒരു ഉഗാണ്ട മലയാളി, താങ്ക് യു സോ മച്ച്. ഇത്രയും പേരാണ് പുതിയതായി എനിക്ക് കമൻറ്റുകളുമായി വന്നത്. എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ എൻ്റെ സ്നേഹവും അതുപോലെ തന്നെ കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും വേണ്ടിയും ഞാൻ നിത്യവും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ എന്നും മനസ്സിൽ വിചാരിക്കാറുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വിലയില്ലല്ലോ അല്ലേ. അപ്പോൾ താങ്ക് യു സോ മച്ച് അഗെയിൻ. എല്ലാവരോടും നിറഞ്ഞ സ്നേഹം കേട്ടോ. അപ്പം നേരെ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് പാർട്ട് 1 ഞാൻ ഇട്ടിരുന്നത്. അതിന് എനിക്ക് വളരെയധികം നല്ല കമൻസുകൾ കിട്ടുകയും അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കൂടുതൽ പേർ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് 1 കഴിഞ്ഞാൽ പാർട്ട് 2 ഞാൻ ഇടുന്നതായിരിക്കുമെന്ന്. ഇതൊരു പാർട്ട് 2 വീഡിയോ ആണ്. എനിക്കറിയാവുന്ന വളരെ ചെറിയ അറിവുകൾ വെച്ചാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തർക്കും റിലേറ്റബിളായി തോന്നി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എനിക്കിപ്പോൾ ഇനി പറയാനുള്ള കാര്യം, അന്ന് സേവിങ്സ് വെക്കുന്ന കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ഞാനിപ്പോൾ സേവിങ്സ് വെച്ചു തുടങ്ങി എന്ന് പറഞ്ഞ് ബിന്ദു PV ആണെന്നൊന്നും അങ്ങനെ പറഞ്ഞത്. വളരെ സന്തോഷം കേട്ടോ അറിഞ്ഞതിൽ. അങ്ങനെ ഓരോരുത്തരും കുറച്ചൊരു സേവിങ്സ് അവരവർക്ക് വേണ്ടി വെക്കാൻ ശീലിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ശീലമില്ലാത്തവർ ഇനി അത് തുടങ്ങുന്നതും വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബെനിഫിറ്റാണല്ലോ വീട്ടമ്മയുടെ കയ്യിലൊരു കാശ് പ്രത്യേകിച്ചുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പൈസ നമുക്ക് വീട്ടിൽ സുരക്ഷിതമായി വെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചെറിയ RD അക്കൗണ്ട് റിക്കറൻറ്റ് ഡെപ്പോസിറ്റായിട്ട് നമ്മളൊരു ഫിക്സഡ് കാലാവധിയിലേക്ക് ഇട്ട് വയ്ക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട എന്താണ് നമുക്ക് ഉചിതമായത് അത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, വീട്ടമ്മമാരുടെ ഏറ്റവും പരമപ്രധാനമായി നമുക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമ്മുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അടിത്തറയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഒന്നാണ് കരുത്തെന്ന് പറയുന്നത്. നമ്മുടെ ഭർത്താവ് ചിലപ്പോൾ തളർത്താൻ നോക്കും, വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ടൊക്കെ. മക്കളും ചിലപ്പോൾ വളർന്നു കഴിയുമ്പോൾ അവരും നമ്മളെ തളർത്താൻ നോക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിന് നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ് സത്യം. കണ്ണുമടച്ച് ഓരോ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ വിലയേറിയ സമയവും നമ്മുടെ മനസ്സുമൊക്കെ കളയുക എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു തീരുമാനമാണ്. അതായത് ഭർത്താവ് എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഉടനെ ഭാര്യ അടിച്ചാൽ അപ്പോൾ ഈ ഭാര്യ ഈ അടി കൊണ്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അയാളുടെ ശരീരം, ഈ ഭർത്താവിൻ്റെ ശരീരം വേദനിക്കുന്നത് പോലെ തന്നെയാണല്ലോ ഭാര്യയുടെ ശരീരവും വേദനിക്കുക. അപ്പോൾ ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഫീലിങ്സ് തീർക്കാൻ നോക്കുന്ന ഒരു വ്യക്തി, അത് മകനായാലും ശരി, മകളായാലും ശരി, അല്ലെങ്കിൽ ഭർത്താവായാലും ശരി, നമ്മൾ ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കഴിവിൻ്റെ പരമാവധി നമ്മളൊരു വീടിൻ്റെ
വീടിൻ്റെ അവസ്ഥയിൽ സംഘർഷം കൊണ്ടുവരാൻ നമ്മളൊരു കാരണമായിരിക്കരുത്. ഒരിക്കലും ഒരു വീട്ടമ്മ അതിനൊരു കാരണമായിരിക്കില്ല. പിന്നെ നമ്മളെ കണ്ണിന് നേരെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. ആ പ്രതികരണം ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ഹസ്ബൻഡായാലും മക്കളായാലും ഒക്കെ ചിലപ്പോൾ നമുക്കെതിരെ തിരിയും. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ പറഞ്ഞാൽ അതൊരു വയലൻസിലേക്ക് നീങ്ങും എന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അത്തരം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയും അതിനകത്തില്ല. അതിന് എത്ര സ്നേഹമുള്ള ആളാണ്, അയ്യോ അടിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളടുത്ത് നല്ല സ്നേഹമാണ്. പക്ഷേ ഈ അടിയുടെ ആഘാതം ചിലപ്പോൾ അയാളെ കയ്യിലിരിക്കുന്ന ഒരു തടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധങ്ങളോ ആണ് നമുക്കെതിരെ വെച്ച് അടിക്കുന്നതെങ്കിൽ നമ്മളത് മാരകമായി പരിക്കേറ്റ്, എനിക്ക് ധാരാളം പേരെ അറിയാം, ധാരാളം വീട്ടമ്മമാർക്ക് ഒരു വിരലില്ല അടിയിൽ. പിന്നെ വഴക്ക് വാക്കേറ്റം ഉണ്ടാകുമ്പോൾ ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുക, മുഖത്തേക്ക് ആഹാരം വലിച്ചെറിയുക. അപ്പോൾ ഈ കണ്ണിലും മൂക്കിലും ഒക്കെ നമുക്ക് ഈ ഫുഡ് കയറിപ്പോയി കഴിഞ്ഞാൽ ആളപ്പം തീരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വയലൻസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഓരോ വീട്ടമ്മയോടും പറയാനുള്ളത്. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ, അയ്യോ ഹസ്ബൻഡിനൊരു ദേഷ്യം വന്നപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ മാത്രം അടിച്ചു കൊന്നു കളഞ്ഞു, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തില്ല. അപ്പോൾ 2 or 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒന്നും അയാൾ ചെയ്തില്ലെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ അമ്മയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ വ്യക്തി ആ കുഞ്ഞിന് വേണ്ടി, അല്ലെങ്കിൽ അയ്യോ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കുഞ്ഞ് എങ്ങനെ ജീവിക്കും ഒരു അമ്മയില്ലാത്ത ലോകത്ത്? നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വയലൻസ്, അടിപിടി എന്ന് പറയുന്ന സംഭവത്തിലോട്ട് പോകുന്ന ആൾക്കാരെ നിങ്ങൾ ഒരു കാരണവശാലും സഹിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ഇത് എന്ന് വിചാരിച്ച് ഒരു കുടുംബ പ്രശ്നം മനഃപൂർവ്വം ഉണ്ടാക്കി നമുക്ക് നിലവിലുള്ള ഭർത്താക്കന്മാരുമായി തെറ്റിപ്പിരിയണം എന്ന് ഞാൻ പറയുന്നതിന് ഒരർത്ഥമില്ല. പക്ഷേ ഒരു ഫിസിക്കൽ ടോർച്ചർ നമ്മൾ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഓൾറെഡി മാനസികമായ ടോർച്ചർ സ്ത്രീകളായ നമ്മൾ വീട്ടമ്മമാർക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ ടോർച്ചറൂടെ അതിൻ്റെ കൂടെ ആകുമ്പോൾ ഏജും ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ഫിസിക്കൽ ടോർച്ചറൊന്നും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് സംരക്ഷിക്കേണ്ടത്. വേറൊരു രോഗാവസ്ഥ വന്ന് ഡയഗ്നോസിസ് ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ ഭർത്താവിൻ്റെയോ മക്കളുടെയൊക്കെ അടി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടവരല്ല ഒരു വീട്ടമ്മമാരും എന്ന് പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അതിനുവേണ്ടി എന്തൊക്കെ സ്റ്റെപ്സ് നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ജീവനും നിലനിർത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, അതായത് വീട്ടിൽ കിടന്ന് അലച്ച് നമുക്കതിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, വഴക്കുണ്ടാക്കി ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല. ആ തീരുമാനം നമ്മൾ സ്വയം എടുക്കേണ്ടതാണ്. അത് സൈലൻ്റായിട്ട് എടുക്കുക, വേണ്ട കരുതലോടുകൂടി മുൻകരുതലോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മക്കൾക്ക്, ചെറിയ മക്കളാണെങ്കിൽ അവർക്ക് അമ്മ ചെയ്യുന്നത് പോലെ വേറെ ആരും ചെയ്യില്ല. ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന അമ്മമാരെക്കുറിച്ചല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ വീടെന്നും പറഞ്ഞ് ജീവിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ധാരാളം പേര് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട്, ഇത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിലേക്കും പോകാം കേട്ടോ, കാരണം നമുക്ക് ലെങ്തി ആയി പോകും വീഡിയോ. ഇത് നിങ്ങൾ അനുവദിച്ച് കൊടുക്കരുത്. എനിക്കറിയാം, ഞാൻ സാധനമൊക്കെ വാങ്ങാൻ പോകുന്ന കടയിലെ ആ ലേഡി എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ മൂത്ത മോൻ 25 വയസ്സോ എന്തോ ആയി, മകന് ഹസ്ബൻഡ് നേരത്തെ നോക്കില്ല, അവരെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ സിംഗിൾ പാരൻ്റാണ്, വീട്ടമ്മയാണ്, 2 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ ഈ ലേഡി എന്നോട് ഒരു ദിവസം വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നു, ഞാൻ സാധനം വാങ്ങാൻ പോയപ്പോൾ. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, മോനാണെങ്കിൽ ഫുഡ് കൊടുത്തപ്പോൾ ചോറ് ദേഷ്യം വന്ന് അമ്മയുടെ അടുത്ത് പൈസ ചോദിക്കുകയാണ്, ബിസിനസ് തുടങ്ങാനോ അതിനും ഇതിനുമൊക്കെ. അപ്പോൾ അമ്മ കൊടുക്കാത്തത് കൊണ്ട് ചോറ് അമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു, എന്നിട്ട് പിടിച്ച് തള്ളി. ബാക്കി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ മകൻ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്, വേറെ അവൻ ഒരു പദാർത്ഥങ്ങൾ, ലഹരി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മകൻ ഇങ്ങനെ ചെയ്തുവെങ്കിൽ, സ്വയബുദ്ധിയോടെ ചെയ്തുവെങ്കിൽ ആ മകൻ ഏത് മനോഭാവത്തിലുള്ള ആളായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. മനസ്സിലായില്ലേ? അപ്പം മക്കളുടെ അടി കൊള്ളേണ്ടവരല്ല അമ്മമാരെന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഓരോ വീട്ടമ്മമാർക്കും വേണം. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മളൊരു പാവം ഒരു ഹസ്ബൻഡ് നമ്മളെന്തെങ്കിലും പറഞ്ഞു അടിച്ചു, കുറച്ച് കരഞ്ഞ് നമ്മളൊരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾ ഓരോരുത്തർക്കും വേണം. ഞാൻ വീണ്ടും പറയുകയാണ്, അടി കൊണ്ട് ജന്മം തീർക്കാനുള്ളവരല്ല നമ്മൾ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്കറിയാം, നമ്മൾ
ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഹസ്ബൻഡ് 8 മാസം ആകുമ്പോൾ തന്നെ 8-9 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ഹസ്ബൻഡുണ്ട്. കൂടെ നിൽക്കുന്നവരുണ്ട്. ഈ കൂടെ നിൽക്കുന്നവരും നമുക്ക് വേണ്ട മാനസിക പിന്തുണയും സപ്പോർട്ട് എപ്പോഴും തരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 8 മാസമൊക്കെ 7 മാസമൊക്കെ ഉള്ളപ്പോൾ തന്നെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുണ്ട്. അതിനൊരു ഇളയ കുഞ്ഞൂടെ ഉണ്ടാവും. അതിനെയും നോക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കി പുറത്ത് ജോലിക്കും പോകുന്നവരാണ് നമ്മൾ വീട്ടമ്മമാർ. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോഴും എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എൻ്റെ മോനും സ്കൂളിൽ പോകുന്നുണ്ട്, ഞാനും വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഇളയ കുഞ്ഞിനെ ബേബി സിറ്റിങ്ങിൽ ഫുഡും എല്ലാം റെഡിയാക്കി പോകണം. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരടുത്തും. അങ്ങനെ നമ്മളെ മാനസികമായി സപ്പോർട്ട് ചെയ്യും ധാരാളം ഹസ്ബൻഡ് സ്നേഹത്തോടെയും കരുതലോടെയും വൈഫിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നോക്കുന്ന ധാരാളം ഹസ്ബൻഡുണ്ട്. അവർക്കെതിരെ ഉള്ളതല്ല ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ധാരാളം നോക്കുന്നവരോട് എനിക്കെന്നും സ്നേഹവും ബഹുമാനവും, അങ്ങനെയുള്ള നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ഹസ്ബൻഡ്സിനോട് എനിക്ക് എന്നും നല്ല റെസ്പെക്റ്റും ബഹുമാനവും ഒക്കെ ഉണ്ട്. അവർ അങ്ങനെ തന്നെ മുന്നോട്ട് തുടരട്ടെ എന്ന പ്രാർത്ഥനയും. ഓക്കെ, അങ്ങനെ അല്ലാത്തവരുടെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വീട്ടമ്മ എങ്ങനെയെല്ലാം കരുത്തുറ്റവളാകണം എന്നുള്ളത്. ഒരാൾ പറയുമ്പോൾ തീർന്നു പോകേണ്ടതല്ല നമ്മുടെ കരുത്തെന്ന് പറയുന്നത്. നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പ്രാപ്തിയുള്ളവരാണ്. ഒരു ജീവൻ പുറത്തേക്ക് വരാൻ കാരണം ആകുന്നത് നമ്മൾ മാത്രമാണ്. നമ്മുടെ വയറിനുള്ളിലാണ് ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത്, അതിൻ്റെ എല്ലാ കരുത്തും ആർജിക്കുന്നത്. അപ്പം നമ്മൾ ശക്തിയുള്ളവരാണെന്ന് സ്വയം തിരിച്ചറിയുക. അപ്പോൾ നമ്മളെ ശക്തി, നമ്മുടെ ബുദ്ധി എല്ലാം നമ്മൾ ഉപയോഗിച്ച് വേണം ഓരോ വീട്ടിലും നിൽക്കേണ്ടത്. മകനായാലും മകളായാലും ഒരു 18 വയസ്സ് 20 വയസ്സ് അവർക്കായിക്കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ചെറിയ ജോലികൾ, സ്റ്റഡീസിനോടൊപ്പം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളുണ്ട്. ആ ജോലികൾക്ക് അവരെ പ്രാപ്തരാക്കുക. അവരും ഒരു ജോലി ചെയ്യുക. ഇന്ന് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും തുടങ്ങാമല്ലോ. പുറത്തു പോയൊരു ജോലി ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. യൂട്യൂബ് ഒരു നല്ല മേഖല തന്നെയാണ്. അതിന് കുട്ടികൾക്ക് അത് ചെയ്യാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ്സ് അറിയാമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, മ്യൂസിക് അറിയാമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ട്യൂഷൻസ് എടുക്കാം. ഇനി പ്രൊഫഷണൽ കോഴ്സസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് യൂട്യൂബ് ചെയ്യാമല്ലോ. ഫ്രീ ടൈം കിട്ടുമ്പോൾ യൂട്യൂബ് ചെയ്യാം. അവർക്ക് അങ്ങനെ ഒരു പൈസ ഏൺ ചെയ്യാൻ പറ്റും. പണ്ടത്തെ സ്ഥിതിയൊന്നും അല്ലല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അമ്മയ്ക്കൊരു ഏജാവുമ്പോൾ അമ്മ തന്നെ വീണ്ടും ജോലിക്ക് പോട്ടെ എന്ന് നിർബന്ധം പിടിക്കാൻ മക്കളെ ഒരിക്കലും അനുവദിക്കരുത്. അതുപോലെ സ്ത്രീയും പുരുഷനും മക്കളും ചേരുന്നതാണ് ഒരു കുടുംബം. പുരുഷനെ പോലെ തന്നെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും ഈക്വൽ പാർട്ട്ണർഷിപ്പും എല്ലാ കാര്യത്തിലും വൈഫിനും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. ഒരു കുട്ടി 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു മകൻ, അവനിപ്പോൾ എവിടെയെങ്കിലും എക്സ്കർഷന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കേൾക്കാം, അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, അനുവാദം ചോദിക്കുമ്പോൾ അമ്മ പറയും എൻ്റെ അനുവാദം മാത്രം പോരാ, അച്ഛൻ്റെ അടുത്ത് കൂടെ ഞാൻ തിരിഞ്ഞു പോയി പറഞ്ഞത്. അച്ഛനോട് അനുവാദം ചോദിച്ചു വന്നിട്ട് ചിലർ പറയും അച്ഛൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് പോകാമെന്നാണ്. അങ്ങനെയല്ല, അമ്മയുടെ പെർമിഷനും വേണമെന്ന് നമ്മൾ തന്നെ അവിടെ ശാഠ്യം പിടിക്കണം. അച്ഛൻ്റെയും അമ്മയുടെയും പെർമിഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡിസിപ്ലിൻ ചെറിയ കാലത്തിലേക്ക് കൊണ്ടുവരാതെ മക്കളെ തോന്നിയതുപോലെ നമ്മൾ വിട്ടു കഴിഞ്ഞാൽ അവർ നാളെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു വിധമായ യാതൊരു വിധമായ ഉറപ്പുമില്ല. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ജീവനും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ചുറ്റുപാടുകളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ വീട്ടമ്മമാരും കരഞ്ഞ് തളർന്ന് സ്വന്തം മനസ്സമാധാനം നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടവരല്ല. പകരം സന്തോഷത്തോടെയും അതുപോലെ തന്നെ മനസുഖത്തോടെയും നമുക്ക് ഒരു ഇതായാൽ നമ്മൾ പറയണം നമുക്കൊരു പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട കാര്യമാണ്. ഒരു രാജകുമാരിയെപ്പോലെ നിങ്ങളെ തന്നെ സ്വയം നോക്കുക. നമ്മളെ തന്നെ വിചാരിക്കുക, ഞാൻ ഈ വീട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ വിലയുള്ളതാകണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് മറ്റൊരാളല്ല ആ പദവി തരേണ്ടത്. അത് വീട്ടമ്മമാർ വിചാരിക്കുന്ന ഓക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ചൊക്കെ അങ്ങ് പോകാം. സഹിക്കേണ്ടതൊക്കെ സഹിക്കുക, ക്ഷമിക്കേണ്ടതൊക്കെ ക്ഷമിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഷോൾഡർ വരെ ഇരിക്കാനുള്ള അവസരം കൊടുക്കുമ്പോൾ തലയും ചവിട്ടി താഴ്ത്തുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം അതുകൊണ്ട് കരുതിയിരിക്കുക എന്നുള്ളത് ഒന്നുകൂടി പറയുകയാണ്. ഇതിനകത്ത് ഞാൻ 2 കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ വളരെ ലെങ്തി ആയി പോകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കണം എന്ന് എനിക്ക് കൂടി ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഫിസിക്കൽ ടോർച്ചർ ഒരിക്കലും നിങ്ങൾ സഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്.
മക്കളൊരു ജോലി പ്രായമെത്തിയാൽ അവർ നിർബന്ധമായി അവരെ ജോലിക്ക് പോകാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. അതിൻ്റെ ഒരു ശതമാനം പൈസ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങൾ ചോദിച്ച് തന്നെ വാങ്ങണം. ചോദിച്ച് വാങ്ങാൻ മടിക്കരുത്. അങ്ങനെയും അവർ തരുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് വേറെ വശങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വശത്ത് പോയാലും നിങ്ങൾ വാങ്ങണം. കാരണം നിങ്ങൾക്ക് 55-60 വയസ്സാകുമ്പോൾ ഒരു വീട്ടമ്മ വീണ്ടും ജോലി ചെയ്ത് മക്കളെ പുലർത്തണമെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് തിരിച്ചറിയുക. ഇതൊരു അവയർനെസ് വീഡിയോ ആയി തന്നെ കാണുക. പൈസ സ്വന്തം പേരിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന പൈസ ഒരു കാരണവശാലും ഒരു ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടി അല്ലാതെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് എനിക്കറിയാം, ജോലി ചെയ്യുമ്പോൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള ഒരു ടീച്ചറിന് സാലറി വാങ്ങി അതുപോലെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊണ്ടുവന്നാണ് കൊടുക്കേണ്ടത്. അതിൽ നിന്ന് ഒരു സാരി സ്വന്തമായി ഒരിടത്ത് കണ്ട ഒരു സാരി, ഒരു 300 രൂപ 350 400 രൂപയ്ക്കുള്ള സാരി, അതുപോലും വാങ്ങാൻ അവർക്ക് പെർമിഷൻ ഇല്ലായിരുന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിപ്പിക്കുന്ന കാലത്ത് ഞാനും ആ ടീച്ചർ 2-3 ടീച്ചേഴ്സ് എല്ലാം കൂടെ സാലറി കിട്ടിയ ദിവസം ഒരു കടയ്ക്ക് പോയപ്പോൾ ഞങ്ങളൊക്കെ വാങ്ങി. ഈ ടീച്ചർ മാത്രം വാങ്ങുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട് 2-3 സാരി. പക്ഷെ വാങ്ങാത്തതിൻ്റെ കാരണം പറയുന്നത് ഹസ്ബൻഡ് അവിടെ ചെല്ലുമ്പോൾ വഴക്ക് പറയും. അയാളുടെ അറിവില്ലാതെ സാരിയോ മറ്റു സാധനങ്ങളോ ഒന്നും വാങ്ങാൻ പാടില്ല. ഈ ഭാര്യയുടെ ATM കാർഡ് വരെ അയാളാണ് സൂക്ഷിക്കുന്നത്. അയാൾ വീടൊക്കെ നോക്കും, സ്നേഹമായിട്ടൊക്കെ നോക്കുമെങ്കിലും അയാളാണ് അവിടുത്തെ എന്താ പറയുന്ന ഒരു നമുക്കെന്താ അങ്ങനെയുള്ളവരെ പറയാൻ പറ്റുന്നത് അല്ലേ, ഒരു ഏകപക്ഷീയമായ അയാൾ പറയുന്നത് മാത്രമേ ആ വീട്ടിൽ നടപ്പാക്കാവൂ. ഒരു സാരി പോലും നമുക്ക് വാങ്ങാൻ കഴിയാത്ത സാഹചര്യം. അവർ മറ്റുള്ള കാര്യങ്ങൾ ഫിസിക്കൽ ടോർച്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് സഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ അവർക്കും പരിധി വിടുന്നു ചില സമയത്ത്. അവർ പറയുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കരുതിയിരിക്കുക. ഇപ്പോൾ എനിക്കൊരു കമൻറ്റായി വന്നു, വീട് സ്വന്തം പേരിലുണ്ട്, അങ്ങനെ കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞൊരു കമൻറ്റിലിട്ടിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗം ക്ലിയറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് അത് നമുക്കൊരു കുറ്റബോധമായി മാറരുത്. ഞാൻ അന്നങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇന്നീ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഇത് ലെങ്തിയായി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരുപാട് പോയിൻറ്റ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. ഇതൊരു താങ്ക്സ് ഗിവിങ് വീഡിയോ കൂടിയാണ്. എനിക്ക് കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ വീണ്ടും നന്ദി സ്നേഹം അറിയിക്കുന്നു കേട്ടോ. എല്ലാവരും കരുതിയിരിക്കുക. സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടയിൽ നമുക്ക് പാളിച്ചകൾ വരാൻ പാടില്ല. നമ്മൾ സ്ട്രോങ് ആയി തന്നെ നിൽക്കണം. നമുക്ക് കരയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരയാം, ആരും കാണാതെ ഒരിടത്ത് പോയിരുന്ന് നമ്മുടെ വിഷമങ്ങളെല്ലാം കരഞ്ഞങ്ങ് തീർത്തു കഴിഞ്ഞാൽ പിന്നെ കരുത്തുള്ളവരായി മാറണം. അല്ലാതെ കരഞ്ഞൊരു മൂലയിൽ പോയിരുന്ന് ജീവിതം തീർക്കേണ്ടവരല്ല നമ്മൾ വീട്ടമ്മമാർ. ഓക്കെ, നമ്മുടെ സൗന്ദര്യം ചില ആൾക്കാരെ കണ്ട് 50 വയസ്സാകുമ്പോൾ തന്നെ അവർ ഭയങ്കര ഒരു ഡള്ളായി അങ്ങ് ഒന്നിനും പറ്റാതെ അങ്ങനെ ഇരിക്കുക. അതെന്തുകൊണ്ടാണ്? മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോലിരിക്കുന്നത്, നമ്മുടെ കയ്യിലാണ്. മകൻ നമ്മളോട് അങ്ങനെ എന്തെങ്കിലും മോശമായി പറയുന്നു, ഇതെൻ്റെ മോനാണ് അതുകൊണ്ട് അവൻ പറയുന്ന എല്ലാം കേൾക്കാമെന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് നമ്മുടെ ദുഃഖം തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് വിഷമം ഉണ്ടാവും മോൻ പറയുമ്പോൾ അല്ലെങ്കിൽ മോള് പറയുമ്പോൾ. പക്ഷെ നമ്മൾ അതിനെ നമ്മളത് തള്ളിക്കളയണം. അങ്ങനെയുള്ള ഒരാളിൻ്റെ സ്നേഹമോ കാര്യങ്ങളോ നമുക്ക് വേണ്ട. നമ്മൾ വളർത്തി വിട്ടു കഴിഞ്ഞു, പിന്നെ അവരായി അവരുടെ പാടായിന്ന് വിട്ടേക്കണം. അല്ലാതെ പിന്നെ അവരെ ചേർത്ത് വെച്ച് വീണ്ടും അവർ പറയുന്ന എല്ലാം കേട്ട് ജീവിതം പാഴാക്കേണ്ടവരല്ല ഈ വീട്ടമ്മമാരെന്ന് പറയുന്നത്. സ്നേഹമായിട്ട് നോക്കാൻ അവർക്ക് തിരിച്ചറിവില്ലാത്തിടത്തോളം കാലം അവരെ വീണ്ടും നമ്മൾ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കാൻ ഒരു കാരണമാക്കി മാറ്റാൻ പാടില്ല. അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക. എല്ലാവർക്കുള്ള പ്രാർത്ഥനയും എൻ്റെ മനസ്സിലെന്നും ഉണ്ടാവും. അപ്പോൾ വീണ്ടും ഈ വീഡിയോയുടെ ഒരു 3rd പാർട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള പോയിൻറ്റ്സുമായി ഞാൻ വരാം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.